Next one is pigeonhole principle. Pigeonhole principle states that if there are more pigeons than pigeonholes, then there must be at least one pigeonhole having at least two pigeons in it. അതായത് pigeonhole principle one of the most important question ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ 3 pigeons ഉണ്ടെന്ന് pigeon holes ഉണ്ടെന്ന് വിചാരിക്കുക, 4 pigeons ഉണ്ട്. ഒന്നാമത്തെ pigeon ഇവിടെ കയറും, രണ്ടാമത്തെ pigeon ഇവിടെ കയറും, മൂന്നാമത്തെ pigeon ഇവിടെ കയറും. ഫോർത്ത് pigeon ഇവരിൽ ഏതെങ്കിലും ഒരാളുമായിട്ട് ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇതാണ് pigeonhole principle എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇപ്പം പീജൻസ് എന്ന് പറയുന്നത് എം ആണ്, പീജൻ ഹോൾസ് എന്ന് പറയുന്നത് എൻ ആണെന്ന് വിചാരിച്ചോ. അന്നേരം ഇഫ് എം ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ എൻ, അതായത് 3 പീജൻ ഹോൾസും 100 പീജൻസും ഉണ്ടെന്ന് വിചാരിച്ചോ. ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ജനറലൈസേഷൻ ഓഫ് ദ പീജൻ ഹോൾ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അവിടെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഈസ് m-1/n ഫ്ലോർ ചെയ്യുക +1. സോ ഇതായത് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ. ആ ഇക്വേഷൻ ശരിയാണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനും ശരിയാണ്. m/n രണ്ടിനും ആൻസർ സെയിമേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ നമ്മൾ രണ്ട് ഇക്വേഷനും ശരിയാണ്. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇതിനകത്ത് ഇനിയും പഠിക്കാനുള്ള സീലും ഫ്ലോറിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ഈ സിമ്പിൾ എന്ന് പറഞ്ഞ സീൽ എന്നാണ് അർത്ഥം. ഇപ്പോൾ 2.465 എന്നാണ് ഈ കിട്ടിയിരിക്കുന്ന ആൻസർ എങ്കിൽ സീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നമ്പറിലോട്ട് എഴുതുക 2 + 1 വിച്ച് ഇസ് 3. ഫ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ എഴുതുക 2.4. ഇപ്പോൾ 665 ആണെങ്കിലും ആൻസർ നമ്മൾ ഫ്ലോർ ആണെങ്കിൽ എന്ത് എഴുതത്തുള്ളൂ? 2 ആണെങ്കിൽ 2 എന്ന് എഴുതത്തുള്ളൂ. സോ ഇതാണ് ഫ്ലോർ ആൻഡ് സീലിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് എനി ഗ്രൂപ്പ് ഓഫ് 5 integers there are with the same remainder when divided by 4. ഓക്കെ, അതായത് 5 ഏതെങ്കിലും ഒരു 5 integers ഏതും ആയിക്കോട്ടെ, അതിനെ ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് 2 ഇൻറ്റിജേഴ്സിനെങ്കിലും ഒരേ റിമൈൻഡർ കിട്ടണം. സോ ഇവിടെ ആൻസറും തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. സോ എമ്മിനെ എങ്ങനെ കണ്ടുപിടിക്കും? പീജൻസിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ ആയിരിക്കും പീജൻസ്. കാരണം എന്താ? എം ഗ്രേറ്റർ ദാൻ എൻ എന്നല്ലേ. സോ എം ഈസ് 5. നെക്സ്റ്റ് എൻ എന്ന് പറയുമ്പോൾ എന്താണ്? 4. ഓക്കെ, ആൻസർ എത്ര കിട്ടണം? 2 കിട്ടണം. സോ അതായത് നമ്മുടെ കയ്യിൽ 5 ഇൻറ്റിജേഴ്സ് ഉണ്ട്. 4ൻ്റെ ഇങ്ങനെ 4ൻ്റെ ഒരു ഹോൾസ് ഇരിപ്പുണ്ട്. ഒന്നാമത്തെ ആൾ ഡിവിസിബിൾ ആണ്, രണ്ടാമത്തെ ആൾ ഡിവിസിബിൾ ആണ്, മൂന്നാമത്തെ ആൾ ഡിവിസിബിൾ ആണ്, അടുത്ത ആളും ഡിവിസിബിൾ ആണ്, ഇനി ഒരാളൂടെ ഉണ്ട്. സോ അങ്ങനെ ഒരു കൺസെപ്റ്റില്ല. അന്നേരം എം ഈസ് 5. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞത് എങ്ങനെ ഇത് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ ആയെന്ന് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ കയ്യിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സ് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഹോൾ ഇരിപ്പുണ്ട്. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ 5 ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ആളുടെ ഒരു റിമൈൻഡർ കിട്ടി, രണ്ടാമത്തെ ആളുടെ ഒരു റിമൈൻഡർ കിട്ടി, മൂന്നാമത്തെ ആളുടെ ഒരു റിമൈൻഡർ കിട്ടി, അടുത്ത ആളുടെ ഒരു റിമൈൻഡർ കിട്ടി. 0 1 2 3 കിട്ടി. ഇനി അഞ്ചാമത്തെ ആൾ വരുമ്പം ഇതിന് ഏതെങ്കിലും കോമൺ ആയിരിക്കും. ഒന്നെങ്കിൽ 0 കിട്ടും, അല്ലെങ്കിൽ 1 കിട്ടും, അല്ലെങ്കിൽ 2 കിട്ടും, അല്ലെങ്കിൽ 3 കിട്ടും. അപ്പം മനസ്സിലായോ? അതായത് 2 ഇൻറ്റിജേഴ്സിന് 5 4 അടുത്ത ലാസ്റ്റ് ആൾ വരുമ്പോൾ അതിലേതെങ്കിലും ഒന്നിലായിരിക്കും അയാൾ വരുന്നത്. അപ്പോൾ 2 ഇൻറ്റിജേഴ്സിന് സെയിം റിമൈൻഡർ കിട്ടത്തില്ലേ? സോ ഇതാണ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ 4നെ വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് ഓൾവേസ് ഇറ്റ് ഈസ് 0 1 2 3 ഇത്ര ഓപ്ഷൻസ് ആയിരിക്കും കിട്ടുന്നത്. 4 പോസിബിൾ റിമൈൻഡേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. സോ അഞ്ചാമത്തെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം എന്താണ്? 5 ഇൻറ്റിജേഴ്സിന് എടുത്ത് 2 പേർക്ക് കോമൺ ആയിട്ട് ഒരേ റിമൈൻഡർ വരും. അതിനെ നമ്മളങ്ങ് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പം എന്താണ്? 5/4. സോ 5/4 ചെയ്യുമ്പോൾ 1.25 ആണ് കിട്ടുന്നത്. അതിന് സീൽ എടുക്കുമ്പോൾ നമ്മളൊരു +1 ഒരു 1നെയും കൂടെ ഒരു +1 കൂടെ കൊടുത്തിട്ട് ആൻസർ എത്ര എഴുതും? 2 കിട്ടും. ആൻസർ കിട്ടിയില്ലേ? 2 ഇൻറ്റിജേഴ്സ് വിത്ത് സെയിം റിമൈൻഡേഴ്സ് ആയിരിക്കും. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ചെയ്ത് നോക്കിയാലും കിട്ടും. m-1/n +1 ചെയ്താലും കിട്ടും. m ഈസ് 5, 5 - 1 ഈസ് 4, 4/4 അല്ലേ? 4/4 ഈസ് 1, 1 + 1 ഈസ് 2. ആൻസർ സെയിം ആണ് കിട്ടുന്നത്. ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്, ചില അങ്ങോട്ടും മാറുന്നതേ ഉള്ളൂ. ഇനി among 13 persons there are at least 2 persons who born in same month. അതായത് എന്താ? മൊത്തത്തിൽ 13 പേരുണ്ട്. 13 പേരിൽ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഒരേ മാസം ജനിച്ചവരായിരിക്കണം. അതും എളുപ്പമല്ലേ? അതായത് നമ്മുടെ കയ്യിൽ എത്ര മാസമുണ്ട്? 12 മാസം ഉണ്ടെന്ന് വിചാരിച്ചോ. 13 ആൾക്കാരും ഉണ്ട്. അന്നേരം ഒന്നാമത്തെ ആളെ ഇവിടെ കയറ്റി, രണ്ടാമത്തെ ഇത് കയറ്റി, 3 ഇവിടെ കയറ്റി, അങ്ങനെ 12 പേരെ ഞാൻ കയറ്റി. 13ാമത്തെ ആൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കോമൺ ആയിട്ട് വരുമല്ലോ, അതല്ലേ? അന്നേരം 2 പേരെങ്കിലും 13 പേരുണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പിൽ 13 പേരുണ്ടെങ്കിൽ 2 പേരെങ്കിലും മിനിമം ഒരേ മാസത്തിൽ ജനിച്ചവരുണ്ടായിരുന്നിരിക്കുമല്ലോ, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. സോ അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പം വിച്ച് ഈസ് എം എന്ന് പറയുന്നത് എന്താണ്? 13, n is 12. സോ 13/12 നമുക്ക് എത്ര കിട്ടും? 1 point something ആണ് കിട്ടുന്നത്. ആൻസർ ഈസ് 2.
സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പിജൻ ഹോൾ പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. ഓക്കെ, ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ പല രീതിയിൽ ചോദിക്കും. ഒരു രീതി ഞാൻ നിങ്ങളോട് ഓൾറെഡി നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യമേ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇത്ര പേര് മാത്സ് പഠിച്ചു, ഇത്ര പേര് ഇന്നത് പഠിച്ചു, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണെങ്കിൽ ഇത്ര പേര് ഇത് പഠിക്കാത്തവർ എത്ര ഉണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ പറഞ്ഞു തന്ന കേസസ് എന്ന് പറയുമ്പം ഇതുപോലത്തെ കേസ്, ഹൗ മെനി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നോട്ട്, ഇപ്പോൾ ലാസ്റ്റിൽ ഞാൻ ഇതുപോലെ ഈ ക്വസ്റ്റ്യൻസിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500, ഹൗ മെനി ബിറ്റ് സ്ട്രിങ്സ് എന്നൊക്കെ പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ നിങ്ങൾ ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം പഠിച്ചിട്ടുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷനിൽ. വൺ ഈസ് എത്ര മീൻസ് മാത്തമാറ്റിക്സ് പഠിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ. പിന്നെ പഠിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ 1 to 500 ബോത്ത് ഇൻക്ലൂസീവ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ either of 10, 15, 25 and which are divisible in either 10 or 15 or 15 അങ്ങനെയുള്ള ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ 1 to 500 ബോത്ത് ഇൻക്ലൂസീവ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ either of 10, 15 and 25. സോ അന്നേരം 1 to 500 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനകത്ത് എന്താ പറയുക, ഡിവിസിബിൾ ബൈ 10, 15, 25 ഇതിൽ ഏതെങ്കിലും വെച്ചിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ഡിവിസിബിൾ ബൈ 10. അതായത് ഫസ്റ്റ് കേസ് 10നെ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, 15നെ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അടുത്തതിനെ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ലെറ്റ് എ ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്, 500 ഡിവൈഡഡ് ബൈ 10 ഫ്ലോർ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. 500 ഡിവൈഡഡ് ബൈ 10 ഈസ് 50 ബൈ 1, ആൻസർ ഈസ് 50. സോ 50 ആണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ ബിയും സിയും ചെയ്തു. ഇനിയിപ്പം നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഡിവിസിബിൾ ബൈ either of 10, 15 or 25. സോ നമുക്ക് നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഡിവിസിബിൾ ബൈ 10 കിട്ടിയിട്ടുണ്ട്, 15 കിട്ടിയിട്ടുണ്ട്, 25 കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് either 10, 15 or 25 ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് ബി ഇൻ്റർസെക്ഷൻ സി പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. സോ ഇതായിരുന്നു നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്, എയും ബിയും സിയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ഡിവിസിബിൾ ബൈ ബോത്ത് 10 and 15. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 10ഉം 15ഉം വെച്ച് പറ്റണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, 500 ഡിവൈഡഡ് ബൈ LCM ഓഫ് 10 and 15. 10ൻ്റെയും 15ൻ്റെയും എന്തെടുക്കണം, LCM വാല്യൂ എടുക്കണം. LCM വാല്യൂ 10 and 15 ഈസ് 30. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 30 വിച്ച് ഈസ് 16. നെക്സ്റ്റ് ഈസ് 10, നെക്സ്റ്റ് ഈസ് 6 and 3. എല്ലാ കേസും കിട്ടി. അതിനുശേഷം നമ്മൾ അതെല്ലാം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഈക്വൽ ടു 500 വിച്ച് ആർ ഡിവിസിബിൾ ബൈ നെയ്തർ 10 നോ 15 നോ 25. നേരെ തിരിച്ച് ഇതൊന്നുമല്ല, അതായത് ഇതൊന്നും ഡിവിഷൻ പോസിബിൾ അല്ലാത്ത കേസ്, അതായത് നമ്പർ ഓഫ് അതായത് 10ഉം 15ഉം 25 ഒന്നും ഇത് വെച്ച് ഡിവിസിബിൾ ആകാത്ത പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ കണ്ടുപിടിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ വാല്യൂ എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ട്, 500 ഇൻറ്റിജേഴ്സ് ഉണ്ട്, 500 മൈനസ് എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയ ആൻസറും കുറച്ചാൽ മതി. സോ അന്നേരം 426 കിട്ടും. നെയ്തർ വാല്യൂ ചോദിക്കുമ്പോൾ. സോ ഇതേ രീതിയിൽ തന്നെ വേറൊരു ക്വസ്റ്റിനൂടെ കാണിക്കാം. ഒരു ടെക്സ്റ്റിൽ നിന്നാണ്, അപ്പം ടേംസിന് മാത്രം ഡിഫറൻസ് കാണും, അതേ ഉള്ളൂ, ഐഡിയ സെയിം ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് n വേർ 1 ലെസ് ദാൻ ഈക്വൽ ടു n ലെസ് ദാൻ ഈക്വൽ ടു 100 ആൻഡ് n ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2, 3 or 5. n എന്ന് പറയുന്നത് 2, 3 അല്ലെങ്കിൽ 5 വെച്ചിട്ടൊന്നും ഡിവിസിബിൾ അല്ല. സോ ഈ കേസ് ഏതാണ്, നേരത്തെ പറഞ്ഞ പോലെ 10ഉം 15ഉം 25 വെച്ച് ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സിനെ കണ്ടുപിടിക്കണം. സോ അതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ടോട്ടൽ n വാല്യൂ 100ൽ നിന്ന് നമുക്ക് യൂഷ്വൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം മൈനസ് ചെയ്താൽ മതിയല്ലോ. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നോക്കാം, ഇവിടെ നമുക്ക് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തേ ഉള്ളൂ. എ യൂണിയൻ ബി യൂണിയൻ സി ഇക്വേഷൻ എഴുതാതെ ഇവിടെ വേറെ രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. അത് സംഭവം ഒന്ന് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ n ഈസ് ഈക്വൽ ടു 100 എന്ന് വിചാരിക്കാം. നമ്മുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് n എന്നാണെന്ന് വിചാരിക്കുക. n ഈസ് ഈക്വൽ ടു 100. ഇഫ് സ്മോൾ n നേരം നമ്മൾ ഡിവിസിബിൾ ബൈ 2നെ ഞാൻ C1 എന്ന് കൊടുത്തു, ഡിവിസിബിൾ ബൈ 3നെ ഞാൻ എത്തുന്ന കൊടുത്തു C2 എന്ന് കൊടുത്തു, ഡിവിസിബിൾ ബൈ 5നെ C3 എന്ന് കൊടുത്തു. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തേ ഉള്ളൂ, രണ്ട് സെയിം ആണ്.
എന്താണ് n(C1) C2 C3 ആണോ? C1 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 2 ആണ്, C2 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആൻഡ് C3 is divisible by 5. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതൊന്നും ഡിവിസിബിൾ ആകാത്തൊരു കേസ് n(C1)(C2)(C3) ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ആ ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷൻ എന്തുമായിരുന്നു? A യൂണിയൻ B യൂണിയൻ C ഈസ് ഈക്വൽ ടു A പ്ലസ് B പ്ലസ് C മൈനസ് A ഇൻ്റർസെക്ഷൻ, അതല്ലായിരുന്നു ഇക്വേഷൻ. സോ അതിന് പകരം നമ്മൾ എ എന്നൊക്കെ പറഞ്ഞതിന് പകരമാണ് ഇവിടെ n(C1) എന്ന് എഴുതിയേക്കുന്നത്. സെയിം ആണ് അർത്ഥം, വേറൊരു ടെക്സ്റ്റിൽ ഒരു റെപ്രസെൻറ്റേഷനിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പം വേണമെങ്കിൽ നമുക്ക് C1 എന്നിങ്ങനെ കൊടുക്കാം. C1 ഈസ് ഈക്വൽ ടു, അന്നേരം നമുക്കിവിടെ ടോട്ടൽ എത്രയാണ്? അവിടെ 500 ആയിരുന്നു, ഇവിടെ എത്രയാണ്? 100 ആണ്. 100 ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കണം? 2. C1 is 2. അപ്പം 100 divided by 2 is 50. സോ അത് കണ്ടുപിടിച്ചു. ഇവിടെ കണ്ടോ, 100 divided by 2 is 50. അതിന് പകരം NC1 കൊടുത്തതേ ഉള്ളൂ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ C1 പകരം നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം എന്ത് കൊടുത്തു? n(C1) എന്ന് കൊടുത്തു. ഇത്രയുള്ള വ്യത്യാസം, കൺഫ്യൂഷൻ അടിക്കണ്ട. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പം നമ്മൾ n(C2) കൊടുത്തു. n(C2) എന്ന് പറയുമ്പോൾ 100 divided by 3. സോ 100 divided by 3 എന്ന് പറയുമ്പം നമുക്ക് എത്ര കിട്ടും? ഓക്കെ, നിങ്ങൾ ഇതിപ്പം എന്ത് വാല്യൂ ആണ്? ഇത് ഫ്ലോർ വാല്യൂ ആണ്. ഇവിടെയാണ് ഫ്ലോർ വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ്. 100 divided by 3 എന്ന് പറയുമ്പം 33 പോയിൻറ്റ് സംതിങ് ഒക്കെ കിട്ടും. 33.3 എന്തോ സംതിങ് കിട്ടും. അപ്പം പക്ഷെ നമ്മൾ ഫ്ലോർ വാല്യൂ ആയതുകൊണ്ട് എന്ത് എഴുതത്തുള്ളൂ? ആ 33 മാത്രം, ആ കിടക്കുന്ന വാല്യൂ മാത്രമേ എഴുതത്തുള്ളൂ. സോ ആൻസർ ഈസ് 33. ഓക്കെ, നെക്സ്റ്റ് NC3 100 divided by 5 which is 20. ഓക്കെ, അപ്പം നമുക്ക് C1 C2 C3 അത് കിട്ടി. ഇനി ഇപ്പം എന്താണ് നമുക്ക് അടുത്ത് കിട്ടാനുള്ളത്? C1 ഇൻ്റർസെക്ഷൻ C2, അതേപോലെ C2 ഇൻ്റർസെക്ഷൻ C3, പിന്നെ C1 ഇൻ്റർസെക്ഷൻ C3. സോ ഇത്രയും കാര്യങ്ങൾ കിട്ടണം. സോ അതിന് പകരം ഇവിടെ ഇൻ്റർസെക്ഷൻ ഒന്നും ഇടാതെ n(C1) C2, C1 ഇൻ്റർസെക്ഷൻ C2 എന്നാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? 100 ഡിവൈഡഡ് ബൈ LCM ഓഫ് വാട്ട്? ഫസ്റ്റ് കേസ് ഏതാണ്? 2ഉം 3യും. LCM ഓഫ് 2ഉം 3യും ഏതാണ്? LCM ഓഫ് 2 and 3 and 2 is 6. So 100 divided by 6 which is 16. ഓക്കെ, നെക്സ്റ്റ് C1 ഇൻ്റർസെക്ഷൻ C3. ഓക്കെ, C1 ഇൻ്റർസെക്ഷൻ C3 എന്ന് പറയുമ്പം 100 divided by LCM ഓഫ് 2 and 5. ഓക്കെ, 2 and 5 LCM is 10 അല്ലേ? 2 into 5. So 100 divided by 10 is 10. Next one is C2 C3. So C2 intersection C3 എന്ന് പറയുമ്പോൾ 100 divided by 3 and 5 15. So ഓക്കെ, അതും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാസ്റ്റ് മൈനസ് NC1 NC2 NC3. സോ അതെന്തായിരിക്കും? 2 3 5ൻ്റെ LCM എടുത്തിട്ട് 100 ഡിവൈഡ് ചെയ്യുക വിച്ച് ഇസ് 30. ഓക്കെ, ആൻസർ ഈസ് 3. സോ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ. എന്നിട്ട് ലാസ്റ്റിൽ എന്താ ചെയ്തേക്കുന്നത്? നമ്മൾ ടോട്ടൽ n വാല്യൂ ഈസ് 100 മൈനസ് ആ ഇക്വേഷൻ തന്നെയല്ലേ എഴുതിയേക്കുന്നത്? NC1 പ്ലസ് NC2 പ്ലസ് NC3 പ്ലസ് NC1 C2 പ്ലസ് NC3. ഓക്കെ, അതേ ഇക്വേഷൻ, നമ്മൾ ഒരു വ്യത്യാസവും ഇല്ല, അതേ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ആ ഒരു ഇക്വേഷൻ വിട്ടിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പം നമ്മുടെ പഠിച്ച രീതിയിൽ C1 പ്ലസ് C2 പ്ലസ് C3 മൈനസ് C1 ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം C1 ഈസ് 50 പ്ലസ് C2 ഈസ് 33 പ്ലസ് C3 ഈസ് 20 മൈനസ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഓക്കെ, NC1 C2 വിച്ച് ഈസ് 16 മൈനസ് 10 മൈനസ് 6 പ്ലസ് 3. സോ ഇത് എത്ര കിട്ടുമെന്ന് നോക്കാം. അതെല്ലാം കൂടെ ചെയ്യുമ്പം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. 50 പ്ലസ് 33 പ്ലസ് 20 മൈനസ് 16 മൈനസ് 10 മൈനസ് 6 പ്ലസ് 3 ഈസ് വാട്ട്? 74. സോ 74 ആണ് നമുക്ക് കിട്ടുന്നത്. ആൻസർ ഈ 74. നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനുശേഷം ടോട്ടൽ 100 വാല്യൂയിൽ നിന്ന് നിങ്ങൾ മൈനസ് ചെയ്യുക. 100 മൈനസ് 74 ഈസ് വാട്ട്? 26. സോ 26 ആണ് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയ ആൻസർ നമുക്ക് കാണാൻ പറ്റും. 26 ഈസ് ദ ആൻസർ.
സോ അന്നേരം ആ 26 നമ്പേഴ്സിനെയും കൂടെ ഇവിടെ വെറുതെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അത് ചെയ്യണമെന്നില്ല. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ? 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഒന്നെന്ന് പറയുന്നത് ഈ പഠിച്ചത്, അതായത് മാത്തമാറ്റിക്സ് എത്ര പേര് പഠിച്ചു, അത് പഠിച്ചു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ആ രണ്ടാമത്തെ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ആ ഒരു ടൈപ്പ്, ഇപ്പം ഇത് വെച്ച് ഡിവിസിബിൾ ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് തിരിച്ച് നെഗറ്റീവായിട്ട്, അതായത് ഡിവിസിബിൾ ആകാത്ത കേസ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ എൻ വാല്യൂയിൽ നിന്ന് ഈ നമ്മൾ പഠിച്ച ഇക്വേഷനെ അങ്ങ് മൈനസ് ചെയ്താൽ മതി. സോ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡി അറേഞ്ച്മെൻറ്റ്സ്. ഡി അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ഡി അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പം. ഡി അറേഞ്ച്മെൻറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് പെർമുട്ടേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഗിവൻ ഇൻ സച്ച് എ വേ ദാറ്റ് നോ എലമെൻറ്റ് അപ്പിയർ ഇൻ ഇസ് ഒറിജിനൽ ഒരു നാച്ചുറൽ പൊസിഷൻ. ഓരോ എലമെൻറ്റും അതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ നാച്ചുറൽ പൊസിഷനിൽ വരാൻ പാടില്ല. ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ കണ്ടോ, ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ഓൾ ദി ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ്സ് വേർഡ് ക്യാൻ ബി അറേഞ്ച് സോ ദാറ്റ് നോ ലെറ്റർ ഈസ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ ഒരു ലെറ്റേഴ്സും വരാൻ പാടില്ല. അതായത് ഏതെങ്കിലും ഒരു കേസിൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ പൊസിഷനിൽ വരുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനിൽ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു ഡി അറേഞ്ച്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിളാണ്. സോ ഓൺ ആൻ ആവറേജ് ഞാൻ പറയുകയാണെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആർ, ഫസ്റ്റ് കേസ് ഇസ് പാർട്ട് എയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയുമ്പം എപ്പോഴും ചെറിയ മാർക്കിന് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ എപ്പോഴും ചോദിക്കുന്നതാണ്. പീജൻ ഹോൾ പ്രിൻസിപ്പിൾ, അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ആ പ്രിൻസിപ്പിളും ചോദിക്കും, അതിൻ്റെ പ്രോബ്ലവും ചോദിക്കും പാർട്ട് എയിൽ. പാർട്ട് ബിയിൽ ചോദിക്കാനുള്ളത് നമ്മൾ ഓപ്ഷൻസ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അതായത് ഇപ്പം 2 എയും ബിയും ഓർ എ ബി, അങ്ങനെ 2 ഓപ്ഷൻ ഇട്ടിട്ടായിരിക്കും ചോദിക്കുന്നത്. അതിൽ തന്നെ ഡിവിഷൻസും കാണും. സോ അന്നേരം ഡിവിഷനായിട്ട് വരാൻ ചാൻസ് ഉള്ള, ഒരു ഡിവിഷനിൽ വരാൻ ചാൻസ് ഉള്ളതാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ ക്വസ്റ്റ്യൻ. എന്താണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ വരും. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ മിക്കവാറും ചോദിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആയിരിക്കും. പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷന്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ, ഡി അറേഞ്ച്മെൻറ്റ്സ്, അതൊക്കെ ചോദിക്കും. പിന്നെ വരുന്ന ഒരു കേസസ് ആണ്. അപ്പം എന്തൊക്കെ ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, പിന്നെ വരുന്നത് കോമ്പിനേഷൻ വിത്ത് റെപ്പറ്റീഷൻ, പിന്നെ കോമ്പിനേഷൻ വിത്ത് റെപ്പറ്റീഷന് ശേഷം പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ പാർട്ട് ബി നെക്സ്റ്റ് മെയിൻ സെക്ഷനിൽ വരുന്നതാണ്, 9 മാർക്കിന് വരുന്നതാണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസും കോമ്പിനേഷൻ വിത്ത് റെപ്പറ്റീഷൻ. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വേറൊന്നാണ് ബൈനോമിയൽ തിയറം. എല്ലാവരും പഠിക്കുക. ഈ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബൈനോമിയൽ തിയറം വളരെ സിമ്പിളാണ്. സോ അത് സോൾവ് ചെയ്യാം. ബൈനോമിയൽ തിയറം. നെക്സ്റ്റ് വൺ ഈസ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് ഫൈനലി ഡി അറേഞ്ച്മെൻറ്റ്സ്. സോ ഇത്രയും പോർഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ്? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ, കോമ്പിനേഷൻ വിത്ത് റെപ്പറ്റീഷൻ, അത് ചിലപ്പം ചോദിക്കാറുണ്ട്, അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കോമ്പിനേഷൻ വിത്ത് റെപ്പറ്റീഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ബൈനോമിയൽ തിയറം. ആൻഡ് നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷനിൽ തന്നെ 3 ടൈപ്പ് പ്രോബ്ലംസ് വരുമെന്ന് ഞാൻ പറഞ്ഞു. ആ 3 ടൈപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഫൈനൽ വൺ ഈസ് ഡി അറേഞ്ച്മെൻറ്റ്സ്. ഇതിൽ കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമുള്ളത് ഏത് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും കോമ്പിനേഷൻ വിത്ത് റെപ്പറ്റീഷനും ആയിരിക്കും. ഇത് രണ്ടുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ കോമ്പിനേഷൻ വിത്ത് റെപ്പറ്റീഷൻ ആണെങ്കിൽ അവിടെ റെപ്പറ്റീഷൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. സോ സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന, ഇപ്പോൾ കോമ്പിനേഷൻ വിത്ത് റെപ്പറ്റീഷൻ ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അത് സോൾവ് ചെയ്യുക. സോ നിങ്ങളിടുന്ന ഇക്വേഷൻസിനും നിങ്ങളുടെ ലോജിക്കിനും മാർക്ക് ഉണ്ടായിരിക്കും. ബൈനോമിയൽ തിയറം തന്നെ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ റീസൺ, ബൈനോമിയൽ തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. സോ ഇത് ബൈനോമിയൽ തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. സോ അന്നേരം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരില്ല. അന്നേരം ബൈനോമിയൽ തിയറം ഉണ്ടെങ്കിൽ അത് തന്നെ അപ്ലൈ ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഡി അറേഞ്ച്മെൻറ്റ് ആണെങ്കിലും മനസ്സിലാവും. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആണെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ ആ ഒരു ടൈപ്പ് വരും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്, കണ്ടീഷൻസ് ചോദിച്ചതുകൊണ്ട്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷനും ഡി അറേഞ്ച്മെൻറ്റും കൂടെ ഒരു ഡൗട്ട് തോന്നുമായിരിക്കും. ഡി അറേഞ്ച്മെൻറ്റിനകത്ത് ഈ പൊസിഷൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടായിരിക്കും. പൊസിഷൻ എന്ന് വരുന്നൊരു കാര്യം, ആ പൊസിഷൻ എന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഡി അറേഞ്ച്മെൻറ്റ് ആണോ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആണോ എന്ന് മനസ്സിലാവും. സോ ഇത്രയും പോർഷൻസ് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ വിത്ത് റെപ്പറ്റീഷൻ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ, ബൈനോമിയൽ തിയറം,
ഡി അറേഞ്ച്മെൻറ്റ്സ്. ഇനി പാർട്ട് എക്ക് വേണ്ടി ചെറിയ പോർഷന് വേണ്ടി പിജൻ ഹോൾ പ്രിൻസിപ്പിൾ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിനകത്ത് പിന്നെ വരുന്നതാണ് റൂൾ ഓഫ് സം ആൻഡ് റൂൾ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസിനകത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ വരേണ്ട പോർഷനാണ് റൂൾ ഓഫ് സം ആൻഡ് റൂൾ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.